ഹായ്, ഇന്ന് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ അല്ലേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ? ആദ്യം സത്യം പറഞ്ഞൊരു ജോലി മാത്രമല്ല, അത് ഒരു സേവനമായിട്ടാണ് മറ്റുള്ള. അത് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് നേഴ്സിങ്ങിനാണെങ്കിലും എല്ലാ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് ചെന്നൈയിൽ അവരൊക്കെ. അപ്പോൾ അവരെല്ലാം ഭാവിയിലേക്ക് നല്ലൊരു സേവനമായിട്ട് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആശിച്ചുകൊള്ളുന്നു. ഹായ് സാർ, ഇന്ന് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ അല്ലേ? അപ്പം അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ പറ്റുമോ? നേഴ്സസ് ഡേയെ കുറിച്ച് പറയുമ്പോൾ മോഡേൺ നഴ്സിംഗിന്റെ ഫൗണ്ടറായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നമ്മൾ നേഴ്സസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഇതൊരു ജോലി എന്നതിനുപരി അതൊരു പാഷനായിട്ട് വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഏറെ നാളെ ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവിടെ വരുന്ന രോഗികളെ തന്റെ സ്വന്തം അല്ലെങ്കിൽ മാതാപിതാക്കളെ പോലെയും സഹോദരങ്ങളെ പോലെയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പോലെയും ഒക്കെ നോക്കി ഇതൊരു പാഷനായിട്ട് കണ്ട് വർക്ക് ചെയ്യുന്ന ഒത്തിരി നഴ്സുമാരെ എനിക്ക് അടുത്തറിയാം. അപ്പോൾ നഴ്സസിനെ കുറിച്ച് നമുക്കറിയാം, അവർക്ക് ജോലി തുടങ്ങുമ്പോൾ തൊട്ട് കഴിയുമ്പോൾ വരെയുള്ള ജോലി ഭാരം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനൊക്കെ വളരെ കൂടുതലാണ്. പണ്ട് നിപ്പയുടെ പ്രശ്നം കോഴിക്കോട് ഉണ്ടായപ്പോൾ നമുക്കറിയാം, അതിന്റെ ഫസ്റ്റ് വിക്ടിം എന്ന് പറഞ്ഞാൽ അതും ഒരു നഴ്സായിരുന്നു. ലിനി എന്ന് പറയുന്നത് ഒരു സ്റ്റാഫ് നഴ്സായിരുന്നു അതിന്റെ ഫസ്റ്റ് വിക്ടിം. ദെൻ നഴ്സസ് ഡേ എന്ന് പറയുന്നത് നമുക്ക് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ നല്ലവരായ നഴ്സുമാരെയും ആദരിക്കാനും ഓർമ്മിപ്പിക്കാനും പറ്റിയ ഒരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആരോഗ്യ മേഖലയിലെ റിയൽ ഹീറോസായ എല്ലാ നഴ്സുമാർക്കും എന്റെ നഴ്സസ് ഡേ ആശംസകൾ. മാഡം, ഇന്ന് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ അല്ലേ? അപ്പം അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ പറ്റുമോ? നേഴ്സസ് ഡേയെ കുറിച്ച് പറയുമ്പോൾ നല്ല ഇത് തന്നെയാണ് എന്റെ മനസ്സിലോട്ട് വരുന്നത്. കാരണം നമ്മളൊരു ഹോസ്പിറ്റലിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കൊരു മരുന്ന് കൊണ്ട് മാത്രമല്ല, നമുക്ക് മെന്റലിയും ഒരു സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ്. അവരുടെ പ്രശ്നങ്ങളും അവരുടെ ആ ഹോസ്പിറ്റലിലെ ടെൻഷനും ഒക്കെ മറന്ന് നമ്മളെ മെന്റലി സപ്പോർട്ട് ചെയ്തിട്ടാണ് അവർ ആ ജോലി ചെയ്യുന്നത്. അത്രയും റിസ്ക് ഉള്ള ഒരു ജോലി ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയും സ്വന്തം കുടുംബത്തെയും മറന്ന് ഇത്രയും റിസ്കി ആയിട്ടുള്ള ജോലിയിൽ നമ്മളെ മെന്റൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ നഴ്സുമാർക്കും എന്റെ ഹാപ്പി നേഴ്സസ് ഡേ. നേഴ്സുമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ രണ്ട് നേഴ്സുമാരുണ്ട്. എൻ്റെ ചേച്ചി, എൻ്റെ ഭാര്യ. നോർമലി അവർ ഒരു ചേർത്തിയും ഒരു ഭാര്യയുമാണെങ്കിലും പെട്ടെന്ന് ഒരു മെഡിക്കൽ കേസ് വരുമ്പോഴത്തേക്കിനും ഒരു പെട്ടെന്ന് നേഴ്സുമാരായിട്ട് മാറുകയാണ്. അവർ അവരുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നു. അത് ഭയങ്കര അത്ഭുതമാണ്. കാരണം എനിക്ക് പറയാനുള്ളത് ഓരോ കുടുംബത്തിലൊരു നേഴ്സുമാർ വേണമെന്നുള്ളതാണ്. പിന്നെ എൻ്റെ വേറെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പ ആശുപത്രിയിലായിരുന്നപ്പോഴത്തേനും ഉണ്ടായ എക്സ്പീരിയൻസ്. അതായത് നഴ്സുമാർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. കാരണം നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരാളെന്ന പോലെ അവർ നല്ലപോലെ കെയർ ചെയ്ത് നല്ല ഇൻട്രാക്ഷനൊക്കെ ആയിരുന്നു. ഇപ്പോഴും ഞാൻ അവരെ ഓർക്കുന്നു, അവരുടെ ആ സപ്പോർട്ടും ആ കെയറിങ്ങും. സത്യം പറഞ്ഞാൽ നഴ്സുമാർ ഭൂമിയിലെ മലാക്കന്മാരാണ്. അപ്പോൾ എല്ലാ മലാക്കന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നേഴ്സസ് ഡേ ആശംസകൾ. നേഴ്സസ് ഡേ അല്ലേ? ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ പറ്റുമോ? എനിക്ക് എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ എനിക്കൊരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ കെയർ ചെയ്യുന്നതും നമുക്കൊരു ആശ്വാസം എന്ന് പറയാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന നേഴ്സ് തന്നെയായിരിക്കും, ഡോക്ടറേക്കാൾ കൂടുതൽ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്നൊരു വാക്ക്, ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ളൂ, അവരൊറ്റ വാക്കിൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ എല്ലാ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നല്ല നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സേവനമാണ് അവർ ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി നേഴ്സസ് ഡേ.